കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 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 ഒരു 3 മാന്ത് എന്റെ ഈ വലത്തെ കണ്ണില്ലേ പാടുള്ള. അപ്പൊ ഇവന്റെ അമ്മ വന്നിട്ട് ഇങ്ങനെ 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 ഒരു 3 മാന്തല് വന്നിട്ട് മറ്റേ ലാലേട്ടൻ പുലിമുരുകനകത്ത് നിൽക്കുന്നില്ല, മുരുക മുരുക പുലി മുരുക എന്നൊരു ഇപ്പം അങ്ങോട്ട് നിന്ന് കാണിച്ചു ഇവിടെ നിന്ന് കൂയി എങ്ങനാ ഒന്ന് കൂയി. ഇത് കാന്താരയിൽ നമ്മൾ കണ്ട ഒരു ചെറിയ സീക്വൻസിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് മറ്റേ ഫോർച്യൂണർ പ്രശ്നമല്ല, ഇത് വിദേശത്തേക്കൊരു യാത്ര എന്നൊരു പദ്ധതിയാണ്. ആ പയ്യന്റെ പ്രൊഫൈൽ പിക്കും നെയിമും ഒക്കെ ബ്ലർ ചെയ്യുന്നത് അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സ്വന്തം അനിയത്തിക്കില്ലാത്ത എന്തോന്ന് സേഫ്റ്റിയാ മോനെ നീ വല്ല പയ്യനും കൊടുക്കാൻ പോന്നേ. ചാറ്റ് ഞാൻ ഇവിടെ ഇടാം, അവൻ പേരൊക്കെ ഐഡി ഇട്ട് ഏറ്റവും താഴെ അവന്റെ വന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ആ സാധനമുണ്ട്. ആ ഐഡി കയറി നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഐഡി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറയുന്നതല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക. കൂടുതലായി എടുക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നേഷ് കുട്ടപ്പിയുടെ പാർട്ട് 1 പാർട്ട് 2 കഥയല്ലിത് ജീവിതം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ കഥയല്ലിത് ജീവിതമായിട്ടല്ല വന്നിരിക്കുന്നത്, കുറച്ചധികം സിനിമകൾ കോർത്തിണക്കിയ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ ആദ്യം നമ്മുടെ പ്രശ്നേഷ് കുട്ടിന് പറയാനുള്ള 1-2 കാര്യങ്ങൾ. അതായത് ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നല്ലോ, ഇദ്ദേഹം അനിയത്തെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കേസ് വന്നു. ഈ കേസ് വന്നതിന് ശേഷം കേസ് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ഞാൻ അവിടെയും പ്രശ്നേഷായി എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും 2 ശകലങ്ങൾ അടർത്തിയെടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം, കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ. അത് എന്നെ പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറായിട്ട് ഓടുന്ന എല്ലാ തെണ്ടികളും പഠിക്കണം. എല്ലാ തെണ്ടികൾക്കും ഇതൊരു പാഠമാണ്. അവനവന്റെ കാര്യം നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ നീയൊക്കെ പുറത്താണ് എന്നെ പോലെ എന്നുള്ളൊരു അനുഭവം മനസ്സിലാക്കി എടുക്കുക. പിന്നെ മറ്റേ വാളിക്കാടനാണ് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂ. അപ്പോൾ ആരും കുടുംബത്തെ നോക്കരുത് എന്നൊരു പാഠമാണ് നമ്മുടെ ഈ പ്രശ്നേഷ് നമുക്ക് മുമ്പ് അവതരിപ്പിക്കുന്നത്. ഇതല്ല ഇനിയും പറയുന്ന കേട്ടോ മെയിൻ, അത് കേൾക്കാം. നിങ്ങളുടെ അറിവ് ഒരു കോപം അടിച്ചു മാറ്റിട്ടില്ല, പിന്നെ അടിച്ചു മാറ്റി നോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാം, ഇത്രയും കാലം എന്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്തുന്നത് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് ഇതാ തോന്നുമ്പോൾ എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ബക്കറ്റും കോപ്പൊന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, എല്ലാ ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷു ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരി എടുക്കുന്നത് കിട്ടാതെ വന്നപ്പോഴല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എന്താ, എനിക്ക് ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ തെളിവില്ല, എനിക്ക് ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 2 കാരണങ്ങളാണ്. ഒന്ന്, എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ബക്കറ്റ്. KFCയിലെ എണ്ണ പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്ന് ഡയറക്റ്റ് ആകാശത്തുനിന്ന് മഴയായിട്ട് പെയ്താണെന്ന് ല്ലായിരുന്നു ഈ പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡെയിലി എല്ലാ വെനസ്ഡേയും ഇവര് ബക്കറ്റ് മേടിച്ച് KFC കടിച്ചു പറിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, 2019 ഇദ്ദേഹത്തിന്റെ കുടുംബഭാരം എടുത്ത് തോളിലേക്ക് ചുമത്തുന്നത്. 2019 മുതൽ ഇങ്ങോട്ട് വരെ വന്ന കാലത്തെ കഥയാണ് ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഒന്നിലധികം തവണ പറഞ്ഞു, ഞാൻ ആ പണം സേവ് ചെയ്തിരുന്നെങ്കിൽ 10 ലക്ഷം രൂപയോളം സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി മോനൊന്ന് തിരിച്ചാലോചിച്ച് നമ്മളെ ഉസ്താദ് ഹോട്ടലിനകത്ത് പറയുന്ന പോലെ ഈ 2019 വരെ മോന് വേണ്ടിയിട്ട് മോന്റെ അമ്മ ചെലവാക്കിയതിന്റെ കണക്കമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഒരൊറ്റ കാര്യം ഇദ്ദേഹം പറയുന്നുള്ളൂ, എന്റെ 2.5 ലക്ഷം രൂപ തന്നില്ല, എന്റെ 2.5 ലക്ഷം രൂപ തന്നില്ല, എന്റെ 2.5 ലക്ഷം രൂപ തന്നില്ല. ഈ 2.5 ലക്ഷം രൂപയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നേഷിന്റെ പ്രശ്നം മൊത്തം. ഇത് മറ്റേ ഫോർച്യൂണർ പ്രശ്നമല്ല, ഇത് വിദേശത്തേക്കൊരു യാത്ര എന്നൊരു പദ്ധതിയാണ്. മറ്റേ ഫോർച്യൂണർ പ്രശ്നമായിട്ട് നിങ്ങൾ ഇതിനെ ഇതാക്കരുത്, അതല്ല സംഭവം. ഏതായാലും നമുക്ക് പ്രശ്നേഷ് കുട്ടാമ്പിക്ക് പറയാനുള്ളത് കേൾക്കാം. ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് എൻ്റെ അനിയത്തി വെല്ലുവിളിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു വീഡിയോയുടെ പറയണത്, ഇതിവിടെ കാണിക്കുന്നത്. നമ്മളിതിനകത്ത് ആ പയ്യന്റെ പ്രൊഫൈൽ പിക്കും നെയിമും ഒക്കെ ബ്ലർ ചെയ്യുന്നത് അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സ്വന്തം അനിയത്തിക്കില്ലാത്ത എന്തോന്ന് സേഫ്റ്റിയാ മോനെ നീ വല്ല പയ്യനും കൊടുക്കാൻ പോന്നേ. നീ ആ പയ്യന്റെ ചാറ്റ് പറ, എന്നിട്ട് ഞാനൊരു കാര്യം പറയാം. കാരണം അവനായിട്ട് നമുക്ക് യാതൊരു വിഷയമില്ല, നമ്മൾക്ക് യാതൊരു വിഷയത്തിനും വന്നിട്ടില്ല. അനിയത്തി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ എന്ന്, അങ്ങനെ വെല്ലുവിളിച്ച്. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇവിടെ കാണിക്കുന്നത്. ആ പയ്യൻ ഇവക്ക് മെസ്സേജ് അയച്ചാണ്, ചേച്ചി ഞാൻ റോഷിൻ ബോയ് ഫ്രണ്ട് ആണ്. റോഷിനി എന്നല്ല റോഷിൻ എന്നാണ് അയച്ചേക്കുന്നത്. മേ ബി അവന് സ്പെല്ലിംഗ് അറിയാത്തതുകൊണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്റെ പൊന്നടാവോ, ഈ ചാറ്റ് നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയടാ മോനെ. അതായത് ഇവൻ പേര് ഹൈഡ് ചെയ്തു. എന്തിനാ? ആ ചെറുപ്പക്കാരന്റെ പ്രൈവസീനെ ഓർത്തിട്ട്. സ്വന്തം പെങ്ങളെ നാണം കെടുത്തുന്നതിനകത്ത് തന്നെ പ്രൈവസി ഇല്ല. ആ പ്രൈവസി ഓർത്തിട്ട് ചെറുപ്പക്കാരൻ്റെ ഇതാക്കി. ആ ചാറ്റ് ഞാൻ ഇവിടെ ഇടാം.
അവൻ പേരൊക്കെ ഐഡി ഇട്ട് ഏറ്റവും താഴെ അവൻ്റെ വന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ആ സാധനമുണ്ട്. ആ ID കയറി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ID അവൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഒരുപക്ഷെ ഇവൻ ക്രിയേറ്റ് ചെയ്താകാം, ഇല്ല പുതിയ അക്കൗണ്ട് ആകാം. എന്തായാലും ഇതൊരു അനിയത്തിയെ മാനം കെടുത്താനുള്ള സ്പെഷ്യൽ കേസാണ് എന്ന കാര്യത്തിൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ പുള്ളിക്കാരി റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണിത്. ആ ചാറ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അടി പേര് കാണും. ആ അക്കൗണ്ട് നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ 0 പോസ്റ്റ്, 0 ഫോളോ, 0 എല്ലാം 0യിലുള്ള ഇന്നലെ രാത്രി തുടങ്ങിയ അക്കൗണ്ട് രാത്രി 12 മണിക്ക് ഇവർക്ക് മെസ്സേജ് അയക്കുന്നു. രാവിലെ 12 മണി കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേന് ഇവർ വീഡിയോ ചെയ്യുന്നു. ഫ്രഷ് സാധനം. അപ്പോൾ നമുക്ക് പ്രശ്നേഷമൻ കേൾക്കാനുള്ള ബാക്കി കേൾക്കാം. വെച്ച് പറഞ്ഞൊരു ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ, ഇവക്ക് വല്ല ഡിപ്രഷൻ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള. ഇങ്ങനെ ഹാപ്പിനെസ് സെറ്റാക്കുന്ന ഒരാൾ ഡിപ്രസ്ഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഡിപ്രഷൻ ആയേക്കാം, ഇല്ലാണ്ടായേക്കാം. ഞാൻ ആക്ച്വലി ഒരാളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതോ കാര്യങ്ങളോ ഒന്നും ചെയ്തതല്ല. ശരിയായ സ്വന്തം അനിയത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ടാണ് ഒരു ചേട്ടൻ പറയുന്നത്. ഇത്രയും മഹത്തരമായ ചേട്ടൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അതായത് അനിയത്തി പല ചെറുക്കന്മാരുമായിട്ട് ഇവിടെ ഒരു ലൈൻ സെറ്റാക്കി, ഇത് പൊളിച്ച് അവിടെ ഒരു ലൈൻ സെറ്റാക്കി, അത് പൊളിച്ച് ഇവിടെ ലൈൻ സെറ്റാക്കി. ഇതാണ് അനിയത്തിയുടെ സാഹചര്യം. അനിയത്തിയെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നൊരു സാധനം. ഈ അനിയത്തി ഡിപ്രഷനിലേക്ക് പോകുന്നു. എങ്ങനെ പോകും? ഇങ്ങനെ ഹാപ്പിനെസ് കണ്ടുവെത്തുന്ന അനിയത്തി എങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുമെന്നാണ് നമ്മൾ പ്രശ്നേഷ കുട്ടാപ്പി വയ്ക്കുന്നത്. ഇത് പൊന്നളവൻ, നീ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണോ? ഇവൻ പ്രശ്നം ഉണ്ടാക്കി എങ്ങും പ്രശ്നം ഉണ്ടാക്കാനില്ലാത്തപ്പോൾ എന്നാ പിന്നെ സ്വന്തമായിട്ടിരുന്ന 4-5 പ്രശ്നം ഉണ്ടാക്കിയേക്കാം എന്ന് ചിന്തിച്ചതുപോലെയാണ് തോന്നുന്നത്. സ്വന്തം പെങ്ങളെ കുറിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർക്കുക. ശരിക്കും ഇദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് ഇത്തരത്തിൽ പല റിലേഷൻഷിപ്പ് ഉണ്ട്, പലതെ ഒഴിവാക്കി എന്ന് തന്നെ വെക്കുക. അത് ചെവി അറിയാതെ മൂടി മറയ്ക്കാനല്ലേ എല്ലാ ആങ്ങളമാരും നോക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോടെ പൊന്നടാവേ പെങ്ങൾക്കൊരു അഭിഹിതം ഉണ്ടായിരുന്നല്ലേ, പെങ്ങൾക്ക് പലരെ വഞ്ചിച്ച് പറ്റിച്ചു എന്നുള്ള കാര്യം 5 ലക്ഷം പേരോട് തുറന്നു പറയുന്ന ഒരു മഹത് വ്യക്തിനെ ഞാൻ കാണുന്നു. നീ സൂപ്പറാടാ, നീ സൂപ്പറാ. അപ്പോഴത്തേക്കും ഇവളുടെ ഒരു കയ്യിൽ ഫോണും, അതായത് അവളുടെ ഇടത്തെ കയ്യിൽ വലത്തെ കയ്യിലാണ് ഫോൺ. ഇടത്തെ കൈ വെച്ച് ഇങ്ങനെ ഇപ്പുറ സൈഡിലായിരിക്കുന്നത്, ഇങ്ങനെ കുത്തിനേർപ്പിച്ച്. അതെന്നാടോ ആ മാത്തമാറ്റിക്സ് മനസ്സിലായല്ലോ. വലത്തെ കയ്യിൽ ഫോണ്, അപ്പൊ ഇപ്പുറത്ത് നീ ഇരിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നത്. അപ്പൊ ഇവന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയല്ല റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞ ആ ഒരു ജക്സ്റ്റർ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലോ. അതായത് ഇവന്റെ വീഡിയോ എടുക്കുകയാണ്, ഇവന്റെ വീഡിയോ എടുക്കണം ഓപ്പോസിറ്റ് ഇങ്ങനെയല്ലേ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇവൻ അടുത്ത സൈഡിൽ ഇരിക്കണം ഇങ്ങനെയല്ലേ എടുക്കാൻ പറ്റും. അപ്പൊ ഇവൻ കണ്ടില്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ എടുത്തിട്ട് അനിയത്തി ഇങ്ങനെ ഇവന്റെ കൊങ്ങയ്ക്ക് പിടിച്ചു. ഫ്രഷ് സാധനം പറമോനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്ക് ഫോൺ മേടിക്കണം, അത് ഡിലീറ്റ് ചെയ്യണം, അത്ര ഉള്ളതാണ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഉടനെ അമ്മ ഓടി വന്നിട്ട് നേരെ ഇവിടെ നിന്നിട്ട് ഞാൻ കുറേ ഏണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ശരിയായ കാര്യങ്ങൾ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അമ്മയുടെ സേഫ്റ്റിക്ക് വേണ്ടി, ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ആടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ, ഇത്രയും സ്ലോ മോഷനിലൊന്നും ഞാൻ വിഷ്വൽസ് കണ്ടിട്ടില്ല. ഇത് ഞാൻ വിഷ്വൽസ് കണ്ടതാണ്. സ്ലോ മോഷൻ വിഷ്വലുണ്ടോ? അതായത് പോക്കിരി രാജയ്ക്കകത്ത് പൃഥ്വിരാജ് പറയും, ചേട്ടന്റെ അടി അങ്ങനെ സ്ലോ മോഷനിലൊന്നും നോക്കിയാൽ കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പൊ സിദ്ദിഖ് ഇങ്ങനെ ആലോചിക്കും, ചേട്ടന്റെ അടി നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ കാണാൻ പറ്റില്ല. സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കൂ. ആ ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിന് സ്ലോ മോഷനി കണ്ടെത്താനായിട്ട് സാധിക്കും വിഷ്വൽസ് എല്ലാം. അതായത് അമ്മ വന്ന് മുമ്പിൽ നിന്നിട്ട് ഞാനിവിടെ ഫോണിൽ പിടിച്ചോണ്ടിരിക്കുക, അവൾ എന്റെ കൊങ്കത്ത് പിടിച്ചിരിക്കുക. അമ്മ വന്നിട്ട് കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3 മാന്ത് എന്റെ ഈ വലത്തെ കണ്ടില്ലേ നല്ലതായിട്ട് മങ്ങിയിട്ടുണ്ട്. പാടിപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവന്റെ അമ്മ, അതായത് ഇവൻ അനിയത്തിയുമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവന്റെ അമ്മ വന്നിട്ട് ഇങ്ങനെ ഒരു 3 മാന്തല് മാന്നിട്ട് മറ്റേ ലാലേട്ടൻ പുലിമുരുകനകത്ത് നിൽക്കുന്നില്ല, മുരുക പുലി മുരുക എന്നൊരു ഇപ്പം അങ്ങോട്ട് നിന്ന് ാണ് സംഭവം. മനസ്സിലായോ? അതായത് പെങ്ങളെ എങ്ങനെയെങ്കിലും ഈ പയ്യൻ്റെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അമ്മ അടിച്ചിട്ടുണ്ടാവും. ആരുടെ പക്ഷത്താണ് ന്യായമെന്ന് നമുക്കറിയില്ല. ഇത്രയും നാളത്തെ എൻ്റെ ഒരു വീക്ഷണകോണം വെച്ചിട്ട് ഈ പുള്ളിക്കാരൻ പറയുന്ന ഒന്നും നമ്പാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ ഇല്ലാത്ത പ്രശ്നത്തെ കുത്തിപ്പൊങ്ങി അതിലെ ചന്ദ്രനിൽ നിന്നും പറന്നു വന്ന പൊടിപടലങ്ങളിൽ ഇതിലൂടെ പറന്നു പോകുന്നത്. അതുകൊണ്ട് ഭൂമിയെ മൊത്തത്തിൽ എടുത്ത് സാനിറ്റൈസറിനകത്ത് മുക്കിയെടുത്ത് വീണ്ടും അച്ചുതട്ടിൽ വെക്കാം എന്ന് പറയുന്ന മഹാനാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹം എന്തും പറയും. തമിഴൻ ഇവിടെ മറ്റേ പാടുള്ള തമിഴിനെ പോലെയാണ് ചില വീഡിയോസിനകത്ത് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ചൊരു 1-2 മാസത്തിനിടയിലുള്ള വീഡിയോസ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട്. ഈ കഴിഞ്ഞിടയ്ക്കാണ് ഇത് കുറെ കൂടെ മങ്ങിയത് കേട്ടോ. അപ്പം 2-3 മാന്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് ഞാൻ കണ്ടത്. അങ്ങനെയാണ്, അതായത് കാണിച്ചു തരാന്നുള്ള ആ ഒരു വൈരാഗ്യം ഞാനത് മുഖത്ത് കണ്ടു കേട്ടോ. എന്റെ അമ്മയുടെ മുഖത്താണ് ഞാനത് കണ്ടത്. അമ്മ നിന്റെ മുഖത്തപ്പൊ എന്നാ കണ്ടിട്ടായിരിക്കും നിന്റെ മുഖത്ത് വൈരാഗ്യം വെച്ചിട്ട് എന്ന് മാന്തിയത്? നിങ്ങളുടെ അമ്മ സിംഗമാണ്.
സിംഗപ്പെണ്ണി. അപ്പൊ എനിക്ക് ആ വേദന ഇതല്ല, എനിക്ക് എൻ്റെ അമ്മ ഇത്രയും വൈരാഗ്യം എൻ്റെ ഉള്ളിൽ എന്നോട് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് ആ വേദനയായിട്ട് തോന്നിയത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മുഖത്ത് ഞാനത് ആ ഒരു രീതിയിൽ ഞാൻ പറയുമ്പോൾ ഇതെൻ്റെ മുഖത്ത് ചിരിയാൻ വരുന്നെങ്കിലും ഉള്ളിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് കേട്ടാ. അതായത് പുള്ളിക്കാരന് ഭയങ്കര വിഷമം വന്നു. അതായത് അമ്മ ഇത്രയും നാളായിട്ട് ഞാൻ പൊന്നുപോലെ നോക്കി എൻ്റെ അമ്മ വൈരാഗ്യം വെച്ചിട്ട് ആക്കിയപ്പോഴത്തേനും വിഷമം വന്നു. ഇനി നീ അമ്മയുടെ വശത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയും നാളും പൊന്നുപോലെ കൊണ്ട് നടന്ന അമ്മയും അനിയത്തിയും മകൻ തള്ളി പറഞ്ഞു. ഇനി മുതൽ അനിയത്തിക്കുള്ള ഫുഡും കോസ്മെറ്റിക്സും ഒന്നും ഞാൻ മേടിച്ചെടുത്തില്ല, വീട്ടിലോട്ടുള്ള ചിലവ് മാത്രം നോക്കും എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്ക് നീ ഈ പറഞ്ഞ അതേ വൈരാഗ്യമായിരിക്കും തോന്നിയിട്ടുണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക. നിന്റെ മുഖത്ത് തോന്നിയിട്ടുള്ളത് നമുക്ക് ബാക്കിയാക്കാം. ഞാൻ ഫോണിൽ വിളിച്ചു, എനിക്ക് ആ ഫോൺ എങ്ങനെയും മേടിക്കണം എന്നുള്ളതാണ്. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് കൂയി. അതും എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെയാണ്. അതായത് ഈ പുള്ളിക്കാരൻ പല സിനിമാ കഥകൾ കോർത്തിണക്കിയാണോ ഇത് സംസാരിക്കുന്നത് എനിക്കൊരു സംശയമുണ്ട്. അതായത് അമ്മ ഇവിടെ നിന്ന് കൂയി, എങ്ങനെയാ ഒന്ന് കൂയി. ഇത് കാന്താരയിൽ നമ്മൾ കണ്ട ഒരു ചെറിയ സീക്വൻസിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് തന്നെ സംഭവം. അപ്പൊ അങ്ങനെ അമ്മച്ചി കൂയി എന്നാണ് പറയുന്നത്. ഈ ആംച്ചി കൂവാനുള്ള കാരണം ഒരു പക്ഷേ പെങ്ങളെ ഇവൻ തല്ലി കൊല്ലുമെന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരെ കൂട്ടാനായിട്ട് കൂവിയതായിരിക്കും എന്നൊരു അനുമാനത്തിൽ നമുക്ക് എത്താം. കാരണം ഇവനും പറയുന്നുണ്ട് മണി മേക്കിംഗ് ഈസ് മൈ ബേസിക് അജണ്ട ഓഫ് ദി ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ദി അമേരിക്ക എന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ പെൺകുട്ടിയും ഒരു വീഡിയോ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഇവനെ മുതലെടുക്കുന്നു, എന്നാൽ പിന്നെ ഞാനും മുതലെടുത്തേക്കാം. എനിക്ക് രണ്ടു പേരേനും വിശ്വാസമില്ല. പിന്നെ കുറച്ചും കൂടെ ന്യായമുണ്ടെന്ന് തോന്നുന്നത് ഈ അനിയത്തിയുടെയും അമ്മയുടെയും ഭാഗത്താണെന്ന് ഇപ്പോൾ തോന്നുന്നു. ഭാവിയിൽ എന്താകുമെന്ന് അറിയില്ല. കൂവിയത് അങ്ങനെ കൂവിയപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരും ഇങ്ങോട്ട് അകത്തോട്ട് വലിഞ്ഞ് കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും പുറത്തേക്കാണ്. ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഇവിടെ ഭയങ്കര ബഹളം, ഞാനും അവളും കൂടെ ഭയങ്കര ബഹളമൊന്നും കേൾക്കണില്ല. അമ്മച്ചി കൂവി വെച്ചാണ് കേട്ടത്. അപ്പൊ ആൾക്കാർ വന്ന് വാതിക്ക് കൂടി. അപ്പൊ അമ്മച്ചി കൂവി മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ കൂവിയതാ മോനെ, അല്ലാതെ നിന്നെ അമ്മച്ചിക്ക് ഭ്രാന്തായിട്ട് ചുമ്മാ കൂവിയതായിരിക്കാൻ വഴിയില്ല. നാട്ടുകാർ കൂടാൻ വേണ്ടി തന്നെ കൂവിയതായിരിക്കും. അപ്പം നീ അവിടെ കാണിച്ചു ചക്രമം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ മോനെ. നിന്റെ ഭാഗത്ത് എത്ര ന്യായം ഉണ്ടെങ്കിലും നീ ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയ പ്രശ്നേഷ് ഫേസ് വെച്ചിട്ട് നിന്റെ സൈഡിൽ പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിന്റെ അത് യഥാർത്ഥ കാര്യമാണെങ്കിൽ നീയാണ് ഏറ്റവും വലിയ പ്രശ്നേഷ്. നമുക്ക് ബാക്കിയേക്കാം. ആ സമയത്ത് അമ്മ പറയുകയും ചെയ്തു, നിനക്ക് സ്വർണ്ണം വേണമായിരുന്നെങ്കിൽ അവളുടെ വീട്ടുകാർ പറഞ്ഞാണല്ലോ തരാന്ന്, നിനക്ക് എന്താ അത് അവിടെ വാങ്ങിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ആ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അത് എവിടെ ഒന്ന് എഴുതി വെക്കുന്നത് ഞാൻ? അതെന്തായിരുന്നു? സ്വർണം വളരെ ഇമ്പോർട്ടന്റ്. എന്തും എഴുതി വെക്കണ്ടേ? ആ പോയിന്റ് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്തെന്നറിയോ? അതായത് ഈ പുള്ളിക്കാരൻ അന്ന് സ്വർണത്തോട് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ 5 ലക്ഷം രൂപ അമ്മ ഇട്ടിട്ടുണ്ട്, 2.5 ലക്ഷം രൂപ ഇദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഈ 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുന്ന ഈ ഒരു ബഹളം ഇവിടെ നമ്മൾ കാണുന്നത്. 2.5 ലക്ഷം രൂപയുടെ വഴക്കാണ് നമ്മൾ കാണുന്നത്. 2.5 ലക്ഷം രൂപ ഒന്നുകിൽ നിങ്ങൾ എനിക്ക് റിലീസ് ചെയ്ത് തരിക, അല്ലെങ്കിൽ അനിയത്തിയുടെ സ്വർണ്ണം ഇരിപ്പുണ്ട് അത് വിറ്റിട്ട് 2.5 ലക്ഷം രൂപ എൻ്റെ തന്നിട്ട് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ കണ്ടുള്ളൂ, എനിക്ക് വിദേശത്തേക്ക് പോകണം. ഈ 2.5 ലക്ഷം രൂപയുടെ പേരിലാണ് ഈ കുടുംബം ഇങ്ങനെ കിടന്ന് നാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ ഈ പുള്ളിക്കാരൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാരേജ് നോ ഗോൾഡ്, നോ ലിക്കർ, നോ മാരേജ്, നോ ഡൗറി മാരേജ് ആയിരുന്നു, എനിക്ക് സ്വർണ്ണത്തോട് ആഗ്രഹമില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോഴത്തേനും KGF-ലെ ഈ ലോകത്തുള്ള എല്ലാ സ്വർണവും ഞാൻ നിനക്ക് കൊണ്ടുവരും എന്ന് പറയുന്ന പോലെ 2.5 ലക്ഷം രൂപയുടെ സ്വർണത്തിന് വേണ്ടിയിട്ടുള്ള ബളഹമാണ് ഇതെന്ന് ഓർക്കുമ്പോഴാണ് വഴക്കിടുമ്പോൾ കുറഞ്ഞൊരു 10-15 ലക്ഷം രൂപയ്ക്കുള്ള വഴക്കെങ്കിലും ഇടാ. 2.5 നാണമില്ല നിനക്ക്? 2.5 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കി കുടുംബത്തെ. ആ 2.5 ലക്ഷം രൂപ ഈ പുള്ളിക്കാർ ഈ കണ്ടന്റിൽ നിന്ന് ഉണ്ടാകും കേട്ടോ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ സ്കില്ല്. മാത്രമല്ല സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ പല പ്രാവശ്യം അമ്മ എന്നെ കുത്തിയിട്ടുണ്ട്. അല്ല, പോകുന്ന പോക്കില് അമ്മയുടെ മേളിൽ ഇതും കൂടെ വെച്ചോ, അമ്മ ഈ പ്രശ്നം കൂടെ വെച്ചോ, അമ്മ സ്ത്രീധനത്തിന്റെ പേര് എന്നെ കുത്തിയിട്ടുണ്ടോ, അമ്മ അത് ചെയ്തിട്ടുണ്ടോ സ്ത്രീധനത്തിന്റെ പേര്? നിങ്ങൾ നോ ഡൗറി, നോ എന്തെങ്കിലൊക്കെ എന്തെങ്കിലും ആട്ടെ. ഇത് മൊത്തം ഇപ്പൊ കുറ്റം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം മൊത്തം കുറ്റമാണ്. ഇപ്പൊ ഇനി അമ്മ എന്ന് പറയും അവള് ഡൗറി തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ തലയിൽ കയറി എന്നുള്ളത് ചിലപ്പോൾ അമ്മയും പറയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ പരിഷ്കാരത്തെ കുറിച്ചൊന്നും ഉണ്ടാക്കും. ഇദ്ദേഹം പരിഷ്കാരിയാണ്, നിങ്ങൾക്ക് അറിയാമോ? കാണിച്ചു തരാം. അപ്പൊ അവന് വരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുമല്ലോ, ക്യാമറ എടുത്തിട്ട് വീഡിയോ ആണാക്കട്ടെ. ഇത് അവിടെ ഇവൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഭ്രാന്ത പ്രദേശങ്ങളിൽ നടന്ന സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ ഓടിച്ചൂടി, എടാ നീ പ്രശ്നശീലടാ, നിന്റെ വീഡിയോ എടുക്കട്ടെ ഞങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇദ്ദേഹം പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വീഡിയോ ഓണാക്ക്, ഫോൺ ഉണ്ടാ പോക്കറ്റിൽ, ഇപ്പൊ എടുത്ത് ഓണാക്കെന്ന് പറഞ്ഞു. ഐ ചലഞ്ച് യു ടു ഡു സോ, കമോൺ പ്ലീസ് ബ്രോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുരുപൊട്ടിയപ്പോഴേ എന്ന് വെച്ചാൽ എന്നെ ഇവൻ ട്രിഗർ ചെയ്യുന്നു. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഇത് പോയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു പോയി. അറിയേണ്ടത് ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല, മാന്യമായിട്ട് ഞാൻ വെല്ലുവിളിക്കരുത്. അപ്പൊ ആൾക്കാർ പറഞ്ഞോണ്ട് നീ ഇംഗ്ലീഷൊന്നും പറയേണ്ടത്, നീ ചലഞ്ച് ഒന്നും ചെയ്യേണ്ട, നീ ഇംഗ്ലീഷൊന്നും പറയേണ്ടത്. അപ്പൊ ഇവൻ വീഡിയോ എടുക്കുന്നില്ല, ഇവൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കളിച്ചിങ്ങനെ നോക്കുകയും
അതായത് വീഡിയോ എടുത്തപ്പോൾ അല്ലെങ്കിൽ ഇവന്റെ കുരു പൊട്ടിയപ്പോൾ ഇവനൊരു പച്ച പരിഷ്കാരിയായിട്ട് മാറി. എങ്ങനെയുള്ള പരിഷ്കാരി? ദാ ഇങ്ങനെയുള്ള പരിഷ്കാരി. ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. ആ കേട്ടിട്ടുണ്ട്. ഓരോ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. ഒരു പരിഷ്കാരി പോടെ പരിഷ്കാരി ഇവിടുന്ന്. അതായത് ഈ പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ വേർഷനാണ് നമ്മുടെ പ്രശ്നം. കണ്ടോ തൊട്ടറിനെ അന്ന് സാനിറ്റൈസർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടൊക്കെയാണ്. ഏതായാലും ഇതാണ് ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട്. ഇദ്ദേഹം വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആറാട്ടണ്ണനെ പോലെ പോയി ജയിലിൽ കിടക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം പിന്നെ നമ്മുടെ ഈ പുറത്തേക്ക് പോകുന്ന വിദേശ ട്രിപ്പ് ആ പദ്ധതി നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഏതായാലും കൊള്ളാം. എൻ്റെ പൊന്നടാവേ വഴക്കുണ്ടാക്കുമ്പോൾ ഈ 2.5 ലക്ഷം രൂപയുടെ ചീള് കേസിന് കുടുംബത്തെ മൊത്തം നരിക്കില്ലേ. നീ അങ്ങനെ കുടുംബത്തെ വിറ്റൊരു കേസ് ഉണ്ടാക്കുമ്പോഴത്തേനും കുറഞ്ഞത് ഒരു ഫോർച്യൂണറെങ്കിലും എടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്കൊക്കെ മോശമാണ് അവനെ. എല്ലാം പറഞ്ഞ് തീർത്ത് സെറ്റിലാക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ഇടാതെ അപ്പുറത്തെ മറ്റൊരു ആയിട്ടുള്ളത്. ബൈ.